ആപ്കി അദാലത്തിൽ അരുൺ ഷോറിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിന് അനുയോജ്യനായ വ്യക്തി അല്ല എന്നുള്ളതാണ്. ഷോറി സാർ, ജനങ്ങൾ പറയുകയാണ് താങ്കൾ നല്ല മനുഷ്യനാണ്, നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, എന്തിനാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന്. ഇതിലൊരു കാര്യമുണ്ട്. ഞാൻ ജേർണലിസത്തിൽ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇയാൾ വളരെ അക്കാഡമിക്കാണ്, ജേർണലിസ്റ്റ് ഒന്നും അല്ല എന്നുള്ളത്, ഇയാളെ കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയത്തെ വിദ്യാഭ്യാസമില്ലാത്തൊരു മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെയുണ്ട്. അതൊക്കെ നിങ്ങളുടെ കാര്യം. താങ്കളുടെ പാർട്ടിയിലുള്ള ചിലർ പറയാറുണ്ട് ഇവർ പാരഷൂട്ടിൽ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വന്നവരാണ്, ജീവിതം മുഴുവനും പുസ്തകങ്ങൾ എഴുതിയിട്ട് രാജ്യസഭ മുഖേന പാർലമെന്റിലേക്ക് വന്ന് മിനിസ്റ്റർ ആയവരാണെന്നും പറയുന്നു. പാരാട്രൂപ്പേഴ്സ് വന്നിട്ട് ആർമിയിൽ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, വളരെ യൂസ്ഫുൾ ആണ്. ഇത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. നമ്മളുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ ജനറൽ ഇലക്ഷനിൽ ജയിക്കുന്നതേ ഇല്ല. അതിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ട്. അദ്ദേഹം രാജ്യസഭ വഴിയായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ലോകസഭയിൽ ജയിച്ചു വരുന്നവര്. അനന്ത് കുമാറിനെ പോലെ താങ്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന മന്ത്രി, അവരുടെ പാർട്ടിയുടെ ഇന്റേണൽ ഫോറത്തിൽ അദ്ദേഹം കുറ്റം ആരോപിച്ചു. ഒരുപക്ഷെ ഞങ്ങൾ ഇലക്ഷനിൽ തോക്കുകയാണെങ്കിൽ ഷൗറി സാറിന്റെ പോളിസി അനുസരിച്ച് അദ്ദേഹം പുസ്തകം എഴുതാൻ വേണ്ടി പോകും, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അത് ആനന്ദ് കുമാർ എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. എന്നെ പറ്റി ഒരു എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞിരിക്കാം. അദ്ദേഹം പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ ഇതുവരെ 18 ബുക്സിൽ 17 ബുക്സ് വരെ എഴുതി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 19ാമത്തെ ബുക്ക് ഇന്നലെയാണ് എഴുതി കഴിഞ്ഞത്, നാഷണൽ സെക്യൂരിറ്റിയെ പറ്റി. എനിക്ക് പുസ്തകം എഴുതുന്നത് വളരെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രൊഫഷനിൽ ഇരുന്നിരുന്നാലും വേറൊരു പ്രൊഫഷനും സൈഡിലൂടെ കൊണ്ടുപോകണം. ഏതാണ് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അരുൺ സാർ, താങ്കൾ മിനിസ്റ്ററായിട്ടുള്ള സമയത്ത് ഒരു ക്രൂസൈഡർ പോലെ താങ്കൾ പ്രവർത്തിച്ചതായി ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കുന്നവരെ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടുമെന്നുള്ളൊരു പേടി താങ്കൾക്കുണ്ടായിരുന്നു. എപ്പോഴും പ്രസ്സാണ് പറയാനുള്ളത് നമ്മുടെ പോർട്ട്ഫോളിയോ പിടിച്ച് വാങ്ങുമെന്നൊക്കെ, ഇപ്രാവശ്യം ഡ്രോപ്പ് ചെയ്യുമെന്നൊക്കെ പറയും. ഇത് വന്നിട്ട് അടൽ സാറും അഡ്വാനി സാറും ഒക്കെ തന്ന സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് എന്നെ അവർ ഡ്രോപ്പ് ചെയ്യാത്തത്. പക്ഷേ ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്തേനെ? അപ്പോൾ 19ാമത്തെ പുസ്തകത്തെ ഇനിയും സ്പീഡിൽ എഴുതിയാണ്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, സത്യസന്ധമായ രാഷ്ട്രീയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ജനങ്ങൾ മണ്ടന്മാരാണെന്നാണ് പാർട്ടികൾ വിചാരിക്കുന്നത്. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? ഇല്ല, ആരും മണ്ടന്മാരല്ല എന്നുള്ളത് അവർക്കറിയാം. അറിഞ്ഞിട്ടും ഷോറി സാർ, ഇതുപോലത്തെ കുറ്റങ്ങൾ ആരോപിക്കുന്ന സമയത്ത് താങ്കൾ മനസ്സിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ഒരു പ്രാവശ്യം കൂടി സർക്കാർ വരികയാണെങ്കിൽ വീണ്ടും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ജോലികളൊക്കെ ചെയ്യൂ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരുപക്ഷെ അഡ്വാൻസ് സാറും പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ എന്തുപകാരമാണുള്ളത്? ഞാൻ നിങ്ങളോട് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹോണസ്റ്റായി ഇരിക്കുന്നത് വരെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സുർജിതിനെ പോലെയൊക്കെ ധൈര്യമായിരിക്കുന്നവർ ചെയ്യും. പക്ഷേ മറ്റുള്ളവർ പറയും ഞാൻ റിട്ടയർ ആകാനായിട്ട് പോകുവാണെന്ന്. 2 വർഷത്തിൽ ഞാനൊരു ഓഫീസർ. ഇപ്പം എന്തെങ്കിലും തീരുമാനമെടുത്ത് അതിന് എൻക്വയറി ഉണ്ടാകും, ഫയൽ തട്ടിവിടാന്ന് വിചാരിക്കും, കമ്മിറ്റിയൊക്കെ ഉണ്ടാകും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ഡിഫൻസ് പർച്ചേസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് 20,000 കോടി രൂപ വരെ ഡിഫൻസ് മിനിസ്ട്രി റിട്ടേൺ ചെയ്യുന്നത്. 10,000 കോടി റിട്ടേൺ ചെയ്യുന്നത്. ഓർഡേഴ്സ് റീപ്ലേസ് ചെയ്യും. ഓരോ വെപ്പൺ സിസ്റ്റം ഓർഡർ ചെയ്യുന്നതിന് 1 വർഷം മുതൽ 5 വർഷം വരെ അയക്കാം. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതിലും സത്യസന്ധമായിരിക്കുന്നവർക്ക്, സത്യസന്ധത ഇല്ലാത്തവർക്ക് യാതൊരു പ്രശ്നവും തന്നെ ഇതിലില്ല. എന്തെങ്കിലും ഒരു തീരുമാനം അപ്പം തന്നെ എടുക്കും. അവർക്കറിയാം ഈ ക്രിമിനൽ കേസിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷേ സത്യസന്ധമായിരിക്കുന്നവർക്ക് അവരുടെ പേര് നശിക്കാതിരിക്കാൻ വേണ്ടി ഒരു പേടിയുണ്ടാകും, അവർക്കൊരു ഭയമുണ്ടാകും. ശരി, വിട്ടേക്കെന്ന് പറയും. ഒരു വ്യൂവർ ഒരു മെയിൽ അയച്ചിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അരുൺ ഷോറി വളരെ മനോഹരമായിട്ട് കവിത പറയും. അദ്ദേഹത്തിന്റെ ഒരു ഡയലോമയിൽ അദ്ദേഹത്തിന്റെ മേൽ കുറ്റം ആരോപിക്കുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് സാധിക്കുമെന്നും പറയുന്നു. ഈ ചിദംബരം പറയുന്ന കുറ്റാരോപണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ इनकी हाँ को हाँ न समझो, इनकी ना को ना न समझो. कोई और ही बोल रहा होगा, इनकी जुबान को इनकी जुबान ना समझो.